ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. വൈകുന്നേരമായപ്പോഴേക്കും സൂര്യ പതിയൊന്ന് നടക്കാനിറങ്ങി. വയലും പുഴയും തോടുമെല്ലാം അവൻ അത്രമേൽ ഇഷ്ടത്തോടെ വീക്ഷിച്ചു. അകലെ നിന്നും വീശിയടിക്കുന്ന നല്ല തണുത്ത കാറ്റും ആസ്വദിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. ഇതേ സമയം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ചന്തവും വയല് വഴി വീട്ടിലേക്ക് നടന്നു. തെങ്ങും തടി കുറുകിയിട്ട പാലത്തിലൂടെ അവൾ പതിയെ അപ്പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്ന് അവൾ എതിരെ വന്ന ആളുമായി കൂട്ടിയിടിച്ചു. യോ! അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവൾ ആരെയാണോ ചെന്നിടിച്ചത് ആ ആള് ബാലൻസ് കിട്ടാതെ നേരെ തോട്ടിലേക്ക് വീണുപോയിരുന്നു. തോട്ടിൽ വീണത് സൂര്യാകം നനഞ്ഞു. അവൻ പതിയെ എഴുന്നേറ്റ് കൊണ്ട് മുഖത്ത് വെള്ളം കൈകൊണ്ട് വടിച്ചെടുത്ത് കളഞ്ഞ് അവളെ നോക്കി. ചന്തുവിനെ കണ്ട നിമിഷം നീയൊന്നൊരു ഭാവം അവന്റെ മുഖത്ത് വിരിഞ്ഞു. അതുവരെ ഭയന്ന് നിന്ന് അവൾക്ക് അവനെ കണ്ടപ്പോൾ അല്പം ധൈര്യം കിട്ടി. തനിക്ക് എന്താടോ കണ്ണ് കാണില്ലേ? എപ്പോഴും ആരെങ്കിലൊക്കെ ഇടിച്ച് വെള്ളത്തിലിടും, അല്ലെങ്കിൽ സ്വയം പോയി ചാടും. തനിക്ക് ഇത് തന്നെയാണ് പണി? ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത്തവണ സൂര്യ അവളെ ഒന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കി. കോളേജ് യൂണിഫോമാണ് വേഷം. മുടി 2 വശത്തേക്കായി മെടഞ്ഞ് നീല റിബൺ ഇട്ട് കെട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവനെ നോട്ടത്തിൽ ചന്തൊന്ന് ഭയന്നു പോയെങ്കിലും അവന്റെ മുഖത്തെ ചെറിയ ചിരി കണ്ട് അവൾക്കല്പം ആശ്വാസം തോന്നി. ഞാൻ അറിഞ്ഞില്ല കുട്ടി ഇതുവഴി വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് നടന്നു വന്നപ്പോൾ അറിയാതെ പറ്റിയതാ, സോറി. സൂര്യ അവളോട് ക്ഷമ ചോദിച്ചു. ഇയാൾ ഇത് തേങ്ങയി പറയുന്നത്? ഞാനല്ലേ കണ്ണു മൂക്കില്ലാതെ പാഞ്ഞു ചെന്ന് ഇയാളെ തട്ടി വെള്ളത്തിലിട്ടത്. എന്നിട്ട് ഇയാൾ എന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇത് കൊള്ളാല്ല കളി. ചന്തു മനസ്സിൽ കരുതിക്കൊണ്ട് അവനെ ഒന്ന് ഇരുത്തി നോക്കി. സൂര്യ പതിയെ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറി. അവന്റെ നനഞ്ഞ വസ്ത്രവും അതിലൂടെ എടുത്തു കാണിക്കുന്ന കരുത്തിനും നെഞ്ചുമെല്ലാം അവളൊന്ന് കണ്ണുകൊണ്ട് ഒടിഞ്ഞെടുത്തു. പായന ഒടുക്കത്തെ ഗ്ലാമറാണ്. എന്തുണ്ടായിട്ടെന്താ, ആൾ നിഷ്കമായി പോയില്ലേ? ഇയാളെ കുറച്ച് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ കയറി പ്രേമിച്ചേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ചന്തു ആത്മകഥിച്ചു. കുട്ടിയൊന്നും വഴിമാറി തന്നിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. അവളുടെ നോട്ടം കണ്ട് ഷർട്ട് നേരെ പിടിച്ചിട്ട് കൊണ്ട് സൂര്യ വല്ലായ്മയോടെ പറഞ്ഞു. തനിക്ക് വട്ടാണോ? രാവിലെ എന്നെ മറിച്ച് അമ്പലക്കുളത്തിലിട്ടു, ഇപ്പതേ സ്വയം പോയി തോട്ടിൽ വീണേക്കുന്നു. ചന്തു വിടാൻ ഭാവമില്ലാത്തതുപോലെ അവന് നേരം മുരണ്ടു. ഞാൻ ക്ഷമ ചോദിച്ചില്ലേ? ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യാ കുട്ടി? പറ്റിപ്പോയില്ലേ? പ്ലീസ്, ഞാൻ പൊക്കോട്ടെ. സൂര്യ വളരെ ശാന്തമായി പറഞ്ഞതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി. എന്നിട്ട് വഴിമാറിക്കൊടുത്തു. സൂര്യ മുന്നോട്ട് നടന്നതും ചന്തുവും വീട്ടിലേക്കുള്ള വഴിയെ നടന്നു. കുറച്ചു ദൂരം ചെന്നതും സൂര്യ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ചെറു പുഞ്ചിരിയോടെ തന്നെ അവൻ തിരികെ നടന്നു. ഹീരയുടെ കാഴ്ചവട്ടിൽ കിടന്ന് പിടയുന്നവളെ കണ്ട് നിലയാകെ വിറച്ചു പോയി. വേദന കൊണ്ട് ആ പെണ്ണ് ഒന്ന് പിടഞ്ഞു പൊങ്ങി. ഇനിയുള്ള ഇവരുടെ സംസാരമൊക്കെ ഹിന്ദിയിലാണ്. എനിക്ക് ഹിന്ദി നെഹി ഹെ, അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ നെയ്യും. എന്നൊന്നും ചെയ്യരുത് ദീദി, പ്ലീസ്, എന്നെ വെറുതെ വിടൂ. ഹീര അവളുടെ നെഞ്ചിലേക്ക് ഹീലിട്ട ചെരുപ്പ് കൊണ്ട് നമർത്തി. ഈ കാഴ്ച കണ്ട് നീലാകൊന്ന് വിറച്ചു പോയി. നിന്നെ വെറുതെ വിടാനോ? സ്കൂൾ കുട്ടികളെ കണ്ട് സെക്സ് മാഫിയക്കും ഭിക്ഷാ മാഫിയക്കും മാർക്കറ്റ് ചെയ്യുന്ന നിനക്ക് അത് പറയാൻ എന്ത് യോഗ്യതയുണ്ടടി? ഇന്നലെ നീയെല്ലാം കൂടി ചേർന്ന് കൊന്നു തള്ളിയ പെൺകുഞ്ഞിന് വയസ്സ് 8. ഹീര അവളുടെ കയ്യിൽ ചവിട്ടി പിടിച്ചു. ആ കുഞ്ഞിനെ നീ ഈ കൈ കൊണ്ടല്ലടി തല്ലി ചതച്ചത്. ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല, പ്ലീസ്, എന്നെ വെറുതെ വിടൂ. ഹീര അത്രമേൽ ക്രൂരമായ ചിരിയോടെ അവളെ നോക്കി. കയ്യിലിരുന്ന ചെറിയ കത്തി കൊണ്ട് അവൾ ആ പെണ്ണിന്റെ കണ്ണിലേക്ക് ആഞ്ഞു കുത്തി. അവളുടെ കരച്ചിൽ ആ മുറിയിൽ ഉയർന്നു. അടുത്ത നിമിഷം ചക്ക വെട്ടിയെടുത്ത പോലെ ഒരു ശബ്ദം കേട്ട് ഹീര സ്വയം തലക്കൊന്ന് തല്ലിപ്പോയി. ജാഫർ! ഹീര ഉറക്കെ വിളിച്ചതും ഗാർഡ്സിൽ ഒരാൾ വന്ന് നിലത്ത് കിടന്ന് പിടയുന്നവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ഹീര പതിയെ ടേബിളിൽ ഇരുന്ന ജഗ് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. നിലത്ത് ബോധം കെട്ട് കിടക്കുന്ന നിലയുടെ മുഖത്തേക്ക് അവൾ ആ ജഗ്ഗിലെ വെള്ളം മുഴുവൻ കമഴ്ത്തി. മുഖത്ത് വെള്ളം വീണതും നില പതിയെ കണ്ണു തുറന്നു. തനിക്ക് മുമ്പിൽ ജഗ്ഗ് പിടിച്ചു നിൽക്കുന്ന ഹീരയെ കണ്ട് നില പേടിയോടും നിന്നിറക്കി. ആരെ വായി നോക്കി നിൽക്കുവാടി, അകത്ത് കയറി പോടി. ഹീരയുടെ അലറലിൽ നില വേഗം പേടിച്ച് നിലത്തേന്ന് കൊട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. വെങ്ങിക്കരഞ്ഞുകൊണ്ട് നില വേഗം അകത്തേക്ക് കയറിപ്പോയി. അവൾ അത്രമേൽ ഭയന്നിരുന്നു എന്നതാണ് സത്യം. പൃഥ്വി, സായികിരൺ, ഹീര. മുംബൈ നഗരം ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഡോണാണ് ഇവര്. മൂവരും ഉറ്റ സുഹൃത്തുക്കള്. ഇവരുടെ നേതാവാണ് പൃഥ്വി. കൊല്ലും കൊലയും ബിസിനസ്സൊക്കെയായി കിരീടം വെക്കാത്ത വാഴുന്ന രാജാക്കന്മാർ. ഇവർക്ക് നേരെ ഒന്ന് ശബ്ദമുയർത്താൻ പോലും എല്ലാവരും ഇറക്കും. അവരുടെ കോടതിയും പോലീസ് സ്റ്റേഷനും എല്ലാം അവർ തന്നെയാണ്. ആര് തെറ്റ് ചെയ്തു, ആർക്ക് എന്ത് ശിക്ഷ വിധിക്കണം എന്നൊക്കെ ഇവർ 3 ആളും തീരുമാനിക്കും. എതിർക്കാൻ ആ നാട്ടിൽ ആർക്കും തന്നെ ധൈര്യമില്ല. നിള പോയെന്ന് കണ്ടതും ഹീര തന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അമ്മ എന്ന നമ്പറിൽ കോൾ ചെയ്തു. എത്ര വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അതിന്റെ ഫലമായി അവൾ കയ്യിലിരുന്ന ഫോൺ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. തനിക്ക് അത് വെച്ച് കിട്ടിയിട്ടുള്ള മുറിയിൽ നില പൊട്ടിക്കരഞ്ഞു.
കേരളത്തിലെ ഇടുക്കി ജില്ലയിലായിരുന്നു അവൾ ജനിച്ചത്. അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ കടം കയറി ആത്മഹത്യ ചെയ്തു. പിന്നീട് അവൾ വളർന്നതെല്ലാം ഒരു അനാഥരത്തിലായിരുന്നു. പഠിക്കാൻ മോശമായത് കൊണ്ട് തന്നെ അവർ തന്നെ 18-ാം വയസ്സിൽ അവളെ മനോജ് എന്ന ചെറുപ്പക്കാരന് വിവാഹം കഴിച്ചു കൊടുത്തു. മുംബൈയിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മനോജ് അവളെയും കൊണ്ട് മുംബൈക്ക് വന്നു. പൊതുജീവിതം സ്വപ്നം കണ്ട് വന്നവളെ മനോജ് കൊണ്ടുപോയത് വേശ്യാലയത്തിലേക്കായിരുന്നു. ഒരുവിധം അവളുടെ പിടിയിൽ നിന്നും അന്ന് തന്നെ അവൾ ഓടി രക്ഷപ്പെട്ടു. വന്നപ്പെട്ടത് ഹീരയുടെ വാഹനത്തിന് മുമ്പിലായിരുന്നു. ബോധം മറിഞ്ഞ് വീണ തന്നെ അവർ തന്നെയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തനിക്ക് പോകാനിടമില്ലെന്ന് പറഞ്ഞപ്പോൾ കിടക്കാൻ സ്ഥലവും ജോലിയും തന്നു. നിള പതിയെ ബെഡിലേക്ക് കിടന്നു. കരച്ചിൽ ക്ഷീണവും കൊണ്ട് അവൾ പതിയെ മയങ്ങി. ഇതേ സമയം സായി തന്റെ ലാപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഹീര അവന്റെ അടുത്തേക്ക് വന്നത്. സായി, എന്താ ഹീര? ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ അവൻ ചോദിച്ചു. പൃഥ്വി വിളിച്ചിരുന്നു, അവൻ വരാൻ വൈകും, പിന്നെ അവൻ വന്നിട്ട് എനിക്കൊന്ന് നാട്ടിൽ പോകണേ. ഹീര പറയുന്നത് കേട്ട് സായി ലാപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവൾ നോക്കി. ഇനിയും നിനക്ക് അവിടേക്ക് തിരികെ പോണം. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണ്ടുന്ന ചിലര് അവിടെയുണ്ട്. എൻ്റെ കുഞ്ഞിപ്പെങ്ങള്, അമ്മ, അവരെനിക്ക് സേഫ് ആക്കണം. ശരി, നിന്റെ ഇഷ്ടം. എന്തായാലും ആദ്യം പൃഥ്വി വരട്ടെ. അതിന് ഹീരൊന്ന് മൂളിയിട്ട് അവൾ പുറത്തേക്ക് നടന്നു. പോകുമ്പോഴവൾ നിലയുടെ റൂമിലേക്കൊന്ന് നോക്കി. ഉറങ്ങുന്ന നിലയെ കണ്ട് അവൾ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. മഹിമ തന്റെ വീർത്ത വയറിൽ സ്നേഹത്തോടെ ഒന്ന് തലോടി. അവൾ തന്നെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു. കൂലിപ്പണിക്കാരനായ സുന്ദരന്റെയും മീനയുടെയും മൂത്ത മകളായിട്ടായിരുന്നു അവളുടെ ജനനം. അത്യാവശ്യം നന്നായി തന്നെയാണ് ജീവിച്ചത്. തനിക്കൊരു അനിയൻ കൂടി വന്നപ്പോൾ വീട് സ്വർഗമായി. തൻ്റെ 19-ാം വയസ്സിൽ മനസ്സിൽ കയറിക്കൂടിയ പ്രണയമായിരുന്നു ദേവൻ. ആ നാട്ടിലെ തന്നെ വലിയ പണക്കാരനായിരുന്നു ദേവന്റെ അച്ഛൻ മേനോൻ. ഭാര്യ ഉപേക്ഷിച്ചു പോയി. മേനോന് തൻ്റെ മകനെ നല്ലത് ചൊല്ലി വളർത്താനായില്ല. മേനോന്റെ മരണത്തോടെ ആ നാട്ടിൽ അറിയപ്പെടുന്ന തെമ്മാടികളിൽ ഒരാളായി മാറി ദേവൻ. മഹിമയുടെ പ്രണയം മാത്രം അപ്പോഴും മാറാതെ നിലനിന്നു. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ മഹിമ ജീവിച്ചു. പക്ഷേ അതെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. മഹിമയുടെ അച്ഛൻ പണിക്കിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. അതോടെ ആ കുടുംബത്തിന്റെ ബാധ്യത മുഴുവനും മഹിമയുടെ തലയിലായി. തുണിക്കടയിൽ ജോലിക്ക് പോയി ഒരുവിധം കുടുംബം പുലർത്തുമ്പോഴാണ് ഇടത്തിപ്പോലെ അനിയൻ മഹേഷിന് ഹാർട്ട് പ്രോബ്ലം ആയത്. അതോടെ അവരാകെ പറഞ്ഞു. ദേവന്റെ തുണിക്കടയിലായിരുന്നു മഹിമ ജോലി ചെയ്തിരുന്നത്. അനിയന് പെട്ടെന്നൊരു സർജറി വേണമെന്നും അതിനായി 10 ലക്ഷം രൂപയാകുന്നു കൂടി അറിഞ്ഞതും വേറെ വഴിയില്ലാതെ അവൾ ദേവനോട് സഹായം ചോദിച്ചു. അവനതിന് പകരമായി അവളോട് തിരികെ ചോദിച്ചത് അവളുടെ മാതൃത്വമായിരുന്നു. ഒരു സരോഗസി അതായിരുന്നു ആദ്യം അവൻ മനസ്സിൽ കരുതിയത്. എങ്കിലും 10 ലക്ഷം രൂപ ചെലവാക്കി അങ്ങനെയങ്ങ് മഹിയെ വിട്ടുകളയാൻ അവൻ തോന്നിയില്ല. തൻ്റെ കുഞ്ഞ് വെറും ഒരു ഉപകരണം പോലെ നിർമ്മിച്ചെടുക്കുന്ന വസ്തുവാകരുതെന്ന് അവന് തോന്നി. തൻ്റെ പ്രണയത്തിൽ നിന്നും തൻ്റെ ചൂടും ചൂരും അറിഞ്ഞ പെണ്ണിൽ നിന്നും അവൻ ജന്മം കൊള്ളണമെന്ന് ദേവൻ ആശിച്ചു. മഹിമ ആദ്യം ഇതിന് തയ്യാറായില്ലെങ്കിലും അവളുടെ അനിയന്റെ അസുഖം കൂടിയപ്പോൾ അവൾക്ക് മുമ്പിൽ സമ്മതിക്കുകയില്ലാതെ വേറെ വഴിയില്ലായിരുന്നു. തൻ്റെ അനിയനും അമ്മക്കും മുമ്പിൽ താനിപ്പോൾ പുറംനാട്ടിലെ ഏതോ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലിക്കാരിയാണ്. എല്ലാം ഓർത്തതും മഹിമ ഒന്ന് നീങ്ങിപ്പോയി. ദേവേട്ടൻ തൻ്റെ പ്രണയമാണ്, പ്രാണനാണ്. പക്ഷേ അദ്ദേഹത്തിന് താൻ വെറുമൊരു ജോലിക്കാരി മാത്രമാണ്. തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടില്ല. ഓരോ മുറിയിൽ തങ്ങുമ്പോഴും ഒരിക്കൽ പോലും ആ മുഖത്ത് ദേഷ്യമോ വെറുപ്പോ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് ആ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവൻ പഴയ ദേവനാണ്. മുറിയിലേക്ക് കയറി വരുന്ന ദേവനെ കണ്ട് മഹി വേഗം ബെഡിൽ എഴുന്നേറ്റു. അവളുടെ മുഖം കണ്ട് ദേവൻ അവൾക്കരികിലേക്ക് ചെന്നു. ഹിമ, താൻ കരഞ്ഞോ? മഹി സംശയത്തോടെ ചോദിച്ചതും അവൾ ഞെട്ടിലോടെ അവനെ നോക്കി. ആദ്യമായാണ് ഹിമ എന്ന് ദേവൻ തന്നെ വിളിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റാരും തന്നെ വിളിച്ചിട്ടില്ലാത്ത ആ പേര്. നീ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നതും അവൾ വേഗം മുഖം താഴ്ത്തി. പെട്ടെന്നാണ് അവൻ അവളെ ചേർത്ത് പിടിച്ചത്. അവൾ അവനെ നെഞ്ചിലേക്ക് ചാരി ആ ഗന്ധം അവൾ ആവാഹിച്ചെടുത്തു. നീ വാ, ആകെ ക്ഷീണിച്ചു. അവനവളെ പതിയെ ബെഡിൽ പിടിച്ചിരുത്തി. ദേവന്റെ മിഴികൾ അവളുടെ കുഞ്ഞു വയറിൽ തടഞ്ഞു നിന്നു. ഹിമക്ക് ആ സമയം വല്ലാത്ത സങ്കടം തോന്നി. എന്നും താൻ ദേവേട്ടൻ്റെയും തന്റെ കുഞ്ഞിൻ്റെയും കൂടിയായിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു പോയി. അമ്പലത്തിൽ പോകാൻ സമ്മതിക്കാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അവിടെ തന്നെ പരിചയമുള്ള പലരും കാണും. അവന്റെ വാക്കുകളിൽ അവളിലൊരു നെടുക്കം സൃഷ്ടിച്ചു. ശരിയാണ്, തൻ്റെ അവസ്ഥ മറ്റാരെങ്കിലും അറിഞ്ഞാൽ, തൻ്റെ അമ്മ അറിഞ്ഞാൽ ഓർത്തതോ അവൾക്ക് പേടി തോന്നി. കല്ലൂര് മാത്രമേ കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിയൂ. അതും തൻ്റെ സങ്കടം കണ്ട് അവളായി തന്നെ ചോദിച്ചറിഞ്ഞതാണ്. അന്ന് മുതൽ അവൾ തനിക്കൊരു ആശ്വാസമാണ്. ഹിമ, താൻ കുറച്ചുകൂടി തൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. തനിക്ക് എന്ത് വേണം തോന്നിയാലും എന്നോടോ ജോലിക്കാരോട് ചോദിക്കാം. അവൾ അതിനൊന്ന് മൂളിക്കൊടുത്തു. കുറച്ചു സമയം അവൻ അവളുടെ കൂടെ ഇരുന്നിട്ട് ദേവൻ പുറത്തേക്ക് പോയി. അവൻ പോയതും ഹിമക്ക് തനിക്ക് ചുറ്റും വല്ലാത്ത ശൂന്യത തോന്നി.